ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. സോ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് ഒരു അമ്പലത്തിൽ പോകാൻ ഒരു ആഗ്രഹം തോന്നി. വേറെ എവിടെയല്ല, നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതാദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഈ അമ്പലത്തിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ നീക്കുട്ടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ഫുള്ളായിട്ട് അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് അമ്പലത്തിൽ പോയി. ഏകദേശം ഒരു 6 മണിയോടെ അടുപ്പിച്ച് നമ്മൾ അമ്പലത്തിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ തൊഴാനൊക്കെ നല്ല സുഖമായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ അമ്പലത്തിലൊക്കെ തൊഴാൻ കയറി. പിന്നെ എൻ്റെ അച്ഛൻ്റെ നാട് അമ്പലപ്പുഴയിലാണ്. സോ അച്ഛന് കുറേ അമ്പലപ്പുഴ അമ്പലത്തിനെ പറ്റി കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അച്ഛൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവും നാടകശാല സദ്യയെക്കുറിച്ചുമൊക്കെ കുറേ ഐതിഹ്യങ്ങൾ ഇത്തവണ പോയപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇതാ ഈ കാണുന്ന മണ്ഡപമില്ലേ, അവിടെയാട്ടോ കുഞ്ചൻ നമ്പ്യാർ ഫസ്റ്റായിട്ട് ഓട്ടംതുള്ള കളിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ തൊഴാൻ കയറി. പിന്നെ ഇവിടെ നല്ല വലിയ അമ്പലക്കുളമുണ്ട്. ഇവിടെ വേലകളി എന്ന് പറഞ്ഞ സംഭവം കൂടെ ഉണ്ട്. എല്ലാ വർഷവും ഒരു ദിവസം വേലകളിയുണ്ട്. അതായത് ഈ കുളത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറേ പേരിങ്ങനെ വേല തുള്ളും. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് കുറച്ച് സംസാരിച്ചിരുന്ന് നീക്കുട്ടിയെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു. മീനിനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ വേഗം തന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പോയി. പിന്നെ ഈ അമ്പലപ്പുഴ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന അമ്പലപ്പുഴ പാൽപ്പായസമാണ്. സോ നമ്മുടെ പാൽപ്പായസം ബുക്ക് ചെയ്യേണ്ടവർക്ക് ഒരാഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടാൻ കുറച്ച് പാടാണ്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് തന്നെ കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ആദ്യത്തെ 50 പേർക്ക് കൂടി പാൽപ്പായസം കൊടുക്കും. അങ്ങനെ ഞങ്ങൾ നീക്കുട്ടിയൊക്കെ ആയിട്ട് തൊഴുതു, പ്രസാദമൊക്കെ കഴിച്ചു. നല്ല തൃക്കൈ വെണ്ണ കിട്ടും കേട്ടോ അവിടെ പ്രസാദമായിട്ട്, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു, നീക്കുട്ടിയെ കളിപ്പിച്ചു. ഇവിടെ മണ്ഡപത്തിൽ തന്നെ കുറച്ച് നേരം കഥയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ.